ഹലോ ഗൈസ്, ഞങ്ങൾക്ക് ഒന്നും അറിയില്ലല്ലോ. ഒട്ടും അറിയില്ലേ. മുന്നേ എന്തുകൊണ്ട് പഠിക്കാൻ പറ്റിയില്ല എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. ഹലോ ഗൈസ്, ഇന്ന് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലിരിക്കുകയാണ്. എക്സൈറ്റ്മെൻറ്റിൻ്റെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് ഫസ്റ്റ് ഡേ ഓഫ് സ്വിമ്മിങ് ക്ലാസ്സിന് പോകണം. അപ്പം അതിൻ്റെ ഐറ്റിനറീസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷേ എക്സൈറ്റ്മെൻറ്റ് എന്താവും അറിയാം. സോ ഞങ്ങൾ ഇത്രയും എക്സൈറ്റ്മെൻറ്റിൽ പോകുന്നത് സ്വിമ്മിങ് പഠിക്കാനാണ്. കുറച്ച് പേർക്കൊക്കെ അറിയാം, ഐശ്വര്യൊക്കെ കുറച്ചൊക്കെ അറിയാം. പക്ഷെ ഞങ്ങൾക്ക് ഒന്നും അറിയില്ലല്ലോ. ഒട്ടും അറിയില്ല. സോ എക്സൈറ്റഡ്. സ്യൂട്ടൊക്കെ വാങ്ങി ഇന്നലെ ഇട്ട് നോക്കിയിട്ടുണ്ട്. ഇന്ന് ബാക്കി അവിടെ എത്തിയിട്ട് കാണാൻ എന്താവുമെന്ന് നോക്കാം. ബൈ. ഇപ്പം നല്ല മഴയാണ്. സ്വിമ്മിങ് കഴിഞ്ഞിട്ട് നനഞ്ഞ് പോയത് പോലെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. സോ നമ്മൾ അഡ്മിഷന് ക്ലാസ് കഴിഞ്ഞിട്ടാണ് അഡ്മിഷൻ എടുത്തത് കേട്ടോ. അതായത് ക്ലാസ്സിൽ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നേരെ സ്വിമ്മിങ് ക്ലാസ്സിൽ കയറി. സോ നമ്മൾ എനിക്കൊരു വളരെ എക്സൈറ്റ്മെൻറ്റ് ചെയ്യുന്ന നല്ല കോച്ചാണ്. വളരെ നല്ല ലേഡി കോച്ചായിരുന്നു. അവർ നമുക്കെല്ലാം പറഞ്ഞു തരുന്നു. എല്ലാം ഫസ്റ്റത്തെ അത്യാവശ്യം ബേസിക്സ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെയൊക്കെ ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. മുന്നേ എന്തുകൊണ്ട് പഠിക്കാൻ പറ്റിയില്ല എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. പക്ഷേ എല്ലാത്തിനും ഒരു സമയമുണ്ടെന്ന് പറയുന്ന പോലെ ചിലപ്പോൾ ഇപ്പോഴായിരിക്കും സമയം. ഇങ്ങനെ പഠിക്കാൻ പറ്റി നോക്കാം. ഫുൾ പഠിച്ചു കഴിഞ്ഞിട്ടില്ല, പക്ഷെ ബേസിക്സ് ഒക്കെ പഠിച്ചു കഴിഞ്ഞു. നോക്കിക്കൊണ്ട് ഇരിക്കുകയാണ്. ഇനി എന്താവെന്നറിയില്ല, വഴി കണ്ടറിയാം. നനഞ്ഞ കോഴികളായിട്ട് ഞങ്ങൾ സ്വിമ്മിങ് ക്ലാസ് കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹോസ്റ്റലിൽ എത്തി, ഏകദേശം എത്താറായി. തിരിച്ച് ഞങ്ങൾ ബസ്സിൽ വന്നു. വളരെ നല്ല സെഷൻ ആയിരുന്നല്ലേ ഇന്ന്. അതെ, വളരെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. കുറേ നമ്മൾ പഠിക്കണം എന്ന് വിചാരിച്ചിട്ട് ആ ഒരു എക്സൈറ്റ്മെന്റ് അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. 5 ആളും അതുപോലെ തന്നെ ഓരോന്ന് പറഞ്ഞു ഓരോന്ന് ചെയ്യുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഇത് കൊള്ളാന്നുള്ള ആ ഒരു മൈൻഡിലായിരുന്നു. ഇനി മെയിൻ സെഷൻ വരുമ്പോൾ എങ്ങനെയാവുമെന്നറിയില്ല, കണ്ടറിയാം. വെയിറ്റ് ആൻഡ് സീ.